ഒരു ഫൈറ്റൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എല്ലാവരും പോയതും താടിക്ക് കൈകൊടുത്തുകൊണ്ട് ദേവു അമ്മച്ചിയോടും സൂര്യയോടുമായി പറഞ്ഞു. പാറു പിന്നെ ഡെറി പോയ പുറകെ തന്നെ മുകളിലേക്ക് പോയി. ഞാനും കരുതിയതായിരുന്നു. എൻ്റെ മക്കളുടെ സ്വഭാവം വെച്ച് എന്ത് പറ്റിയോ എന്തോ. അമ്മച്ചിയും ദേവുവിനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ രണ്ടിൻ്റെയും സംസാരം കേട്ട് സൂര്യ രണ്ടിനെയും കണ്ണുരുട്ടി നോക്കുന്നുണ്ട്. അല്ല അമ്മച്ചി, അമ്മച്ചിയുടെ ഈ രണ്ട് മക്കൾ മാത്രം എന്താ ഇങ്ങനെയായത്? സൂര്യയുടെ നോട്ടത്തെ പാടെ അവഗണിച്ചുകൊണ്ട് ദേവു ഒരു സംശയത്തോടെ അമ്മച്ചിയോടായി ചോദിച്ചു. അതേക്കുറിച്ച് ഒന്നും പറയാത്തതാണ് കുഞ്ഞെ നല്ലത്. ഇവരുടെ അപ്പന് ഒരു പെങ്ങളുണ്ട്. പറഞ്ഞു വരുമ്പോൾ എൻ്റെ നാത്തൂനായി വരും. പേര് കത്രീന. ഇതുങ്ങൾ രണ്ടിനും ചെറുപ്പം തൊട്ട് അവളോടായിരുന്നു കൂറ്. മുഴുവൻ അവളുടെ സ്വഭാവമാണ് രണ്ടിനും കിട്ടിയിരിക്കുന്നത്. എൻ്റെ പുന്നാര മോളില്ലേ, അവളെ പകർത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ എത്രയൊക്കെ നിയന്ത്രിക്കാൻ നോക്കിയിട്ടും രണ്ടും നേരെയായില്ല. അവൾ എല്ലാത്തിനും സപ്പോർട്ടുണ്ട്. മിക്കപ്പോഴും അവൾ ഇവിടെയായിരുന്നു. വീടിവിടെ അടുത്താണേലും എന്നേലൊക്കെ പറഞ്ഞ് ഡെയിലി വരും. അത് അവരെ കാണാൻ വേണ്ടിയാണ് എന്ന് മാത്രം. അവൾ ഇങ്ങോട്ട് വന്നില്ലേൽ ഇത് രണ്ടും അങ്ങോട്ട് പോകും. ജോൺ കൂടെ ഇവിടെ നിന്ന് പോയതും പലപ്പോഴും ഞാൻ തടയാൻ നോക്കിയെങ്കിലും അവരെൻ്റെ വാക്കിന് വില കൽപ്പിച്ചില്ല. പിന്നെ ഞാനത് കാര്യമാക്കാതെയായി. പിന്നെ ഇച്ചായൻ പെങ്ങളെ ജീവനായതുകൊണ്ട് കൂടുതലൊന്നും പറയത്തുമില്ലായിരുന്നു. അതൊക്കെ അവൾ ശരിക്കും മുതലെടുത്തു. അവസാനം ഡെയ്സിയെ അവളുടെ മോനെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്തു. അതോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി. പറഞ്ഞിട്ട് കാര്യമില്ല, വിധി. അല്ലാതെ എന്ത് പറയാൻ? അമ്മച്ചിയൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവരോടായി അത്രയും പറഞ്ഞ് അകത്തേക്ക് പോയി. നീ എന്താടി പെണ്ണെ ആലോചിച്ചിരിക്കുന്നത്? അമ്മച്ചി പോയിട്ടും എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്നവരുടെ തലയിലായി ഒന്ന് കൊട്ടിക്കൊണ്ട് സൂര്യ ചോദിച്ചു. ഞാൻ ആ സണ്ണിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. സൂര്യയുടെ ചോദ്യം കേട്ടതും ദേവു അവനോടായി പറഞ്ഞു. എന്ത് കാര്യം? അവൾ പറയുന്നത് കേട്ടതും സൂര്യ ഗൗരവത്തോടെ ചോദിച്ചു. അയാളുടെ നോട്ടമൊന്നും ശരിയല്ലായിരുന്നു. സ്ത്രീയെ നോക്കുന്ന നോട്ടം കാണേണ്ടതായിരുന്നു. ഒരുമാതിരി വല്ലാത്ത നോട്ടം. ഞാനൊന്ന് കണ്ണുരുട്ടി നോക്കിയത് കണ്ടപ്പോൾ അയാളുടെ നോട്ടം പിന്നെ എന്നിലേക്കുമായി. ഞാൻ നോക്കുന്നത് കണ്ടിട്ടും അയാൾക്ക് യാതൊരു കൂസലുമില്ലായിരുന്നു. സണ്ണി വന്നപ്പോൾ തൊട്ട് തങ്ങളെ തന്നെ നോക്കിയ നോട്ടത്തിൻ്റെ കാര്യം ഓർത്തുകൊണ്ട് വെറുപ്പോടെ ദേവ് പറഞ്ഞു. നീ അതേക്കുറിച്ച് ഇനി ഓർക്കേണ്ട. കാണേണ്ട ആൾ അത് കണ്ടിട്ടുണ്ട്. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തീരുമാനമായിക്കോളും. അത്രമാത്രം അവളോടായി പറഞ്ഞുകൊണ്ട് സൂര്യ അകത്തേക്ക് പോയി. ഒരു നിമിഷം അവൻ പോകുന്നത് നോക്കി നിന്നിട്ട് അവളും അവൻ്റെ പുറകെ പോയി. പാറു റൂമിലെത്തിയപ്പോൾ കാണുന്നത് ബാൽക്കണിയിൽ നിന്ന് ആരെയോ ഫോൺ വിളിക്കുന്ന ഡെറിയെയായിരുന്നു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് വാതിൽ ലോക്കാക്കി ബെഡിൽ ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു അവനെ കാത്ത്. ഏകദേശം 10-20 മിനിറ്റ് കഴിഞ്ഞാണ് ഡെറി കോൾ അവസാനിപ്പിച്ച് തിരികെ റൂമിലേക്ക് വന്നത്. എല്ലാം ഓക്കെയല്ലേ? അവനെ കണ്ടതും ഗൗരവത്തോടെ പാറു അവനോടായി ചോദിച്ചു. എന്നാൽ അവളുടെ ചോദ്യത്തിൽ അവനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അതിലുണ്ടായിരുന്നു അവൾക്കുള്ള ഉത്തരവും. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൻ്റെ അടുത്തോട്ട് പോകണ്ട എന്ന്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അവൻ്റെ കാല് പിടിച്ചേ മതിയാകൂ. വീട്ടിലേക്ക് കയറിയതും ഡെയ്സി ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. എൻ്റെ പൊന്ന് ഡെയ്സി, നീയൊന്നും മിണ്ടാതിരിക്ക് കുറച്ചു നേരമെങ്കിലും. ഡെയ്സി പറയുന്നതൊക്കെ കേട്ടതും ജേക്കബ് ഒരു നീരസത്തോടെ അവളോടായി പറഞ്ഞു. ഓ, ഞാനൊന്നും മിണ്ടുന്നില്ല. ജേക്കബിൻ്റെ സംസാരം കേട്ടതും ഒരു പുച്ഛത്തോടെ മുഖം തിരിച്ചിരുന്നു ഡെയ്സി. റാണി ഇതൊക്കെ കാണുന്നുണ്ടേലും ഒന്നും മിണ്ടാതെയിരുന്നു. അളിയൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇത്രയും നേരമായിട്ടും ഒരു അക്ഷരം പോലും മിണ്ടാതിരിക്കുന്ന സണ്ണിയെ നോക്കിക്കൊണ്ട് ജേക്കബ് ചോദിച്ചു. നമ്മൾ എടുത്തു ചാടി തീരുമാനമെടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. എന്ത് ചെയ്യുമ്പോഴും ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ. എതിരെ നിൽക്കുന്ന ശത്രു നിസാരക്കാരനല്ല. അതുകൊണ്ട് ഓരോ ചുവടും സൂക്ഷിച്ചു വേണം. അളിയനും ഡെയ്സിയും കൂടെ ആ വക്കീലിനെ ഒന്ന് ചെന്ന് കാണ്. അയാൾ എന്താ പറയുന്നേന്ന് നോക്കാം. അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. സണ്ണി ഗൗരവത്തോടെ പറഞ്ഞതും അവർക്കും അതാണ് ശരിയെന്ന് തോന്നി. ഞങ്ങൾ എന്നാ ഇപ്പൊ തന്നെ പോയിട്ട് വരാം. അയാൾ ഒന്നിൽ ഓഫീസിൽ കാണും, അല്ലെങ്കിൽ കോടതിയിൽ കാണും. അല്ല, അളിയൻ വരുന്നില്ലേ? സണ്ണി പറയുന്നതൊക്കെ കേട്ടതും ജേക്കബ് ഡെയ്സിയെ ഒന്ന് നോക്കിയിട്ട് ഒരു സംശയത്തോടെ ചോദിച്ചു. ഇല്ല, ഈ കാര്യത്തിന് നിങ്ങൾ മാത്രം പോയാൽ മതി. അല്ലേലും ആ വക്കീലിന് എന്നെ കാണുന്നത് ഇഷ്ടമല്ല. പിന്നെ എനിക്ക് 1-2 പേരെ കാണാൻ പോകണം. അതാ, നിങ്ങൾ പോയിട്ട് വാ. സണ്ണി പറയുന്നതൊക്കെ ശരിയാണ് എന്ന് തോന്നിയതും ജേക്കബും ഡെയ്സിയും പിന്നെ ഒന്നും പറയാതെ വേഗം തന്നെ അവിടെ നിന്നും ഇറങ്ങി. അവരുടെ കാർ ഗേറ്റ് കടന്ന് പോയി എന്ന് കണ്ടതും സണ്ണി വേഗം ചെന്ന് വാതിലടച്ച് റാണിയുടെ അടുത്തേക്ക് ചുവട് വെച്ചു. സണ്ണിയുടെ വരവ് കണ്ടതും റാണി അയാളെ നോക്കി വശ്യമായി പുഞ്ചിരിച്ചു. എന്താണ് മുഖത്തിനൊരു വാട്ടം?
അവരുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സണ്ണി ചോദിച്ചു. അറിയില്ല, അതിൻ്റെ കാരണം എന്താണെന്ന്. സണ്ണിയുടെ ചോദ്യം കേട്ടതും റാണി പരിഭവത്തോടെ അയാളോടായി ചോദിച്ചു. അറിയാടി പെണ്ണെ, എല്ലാം നമ്മൾക്ക് ശരിയാക്കാം. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കാനിരുന്നപ്പോഴല്ലേ ആ ചെറുക്കൻ ഇടയിലേക്ക് കയറി വന്നത്. അവനെ എങ്ങനെ ഒതുക്കണമെന്ന് എനിക്കറിയാം. നീ അതോർത്ത് വിഷമിക്കണ്ട. നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കും. സണ്ണി ആത്മവിശ്വാസത്തോടെ അവളോടായി പറഞ്ഞു. അതുമാത്രം മതി എനിക്ക്. ഈ ഉറപ്പിനു മേലാണ് ഞാൻ കാത്തിരിക്കുന്നത്. അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് റാണി പറഞ്ഞു. സണ്ണിയും കൂടുതൽ അവരെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. നീയിങ്ങ് വന്നേ. എത്ര ദിവസമായി നമ്മളൊന്ന് കൂടിയിട്ട്. സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ ഓരോ തടസ്സമുണ്ടാകും. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവരെ കൂട്ടി മുറിയിലേക്ക് നടക്കുന്നതിനിടയിലായി സണ്ണി പറഞ്ഞു. ഇപ്പോൾ വേണോ ഇച്ചായ? അവർ ഉടനെ എങ്ങാനും വന്നാൽ? ബെഡ്റൂമിലേക്ക് നടക്കുന്നതിനിടയിലായി സണ്ണിയോട് റാണി ചോദിച്ചു. അവർ ഉടനെയെങ്ങും വരില്ല. അതിനുവേണ്ടി തന്നെയാണ് അവരെ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞയച്ചത് പോലും. ബെഡ്റൂമിൽ കയറി വാതിൽ ലോക്കാക്കുന്നതിനിടയിൽ സണ്ണി പറഞ്ഞു. അയാൾ പറഞ്ഞതും റാണി പിന്നെ ഒന്നും പറയാനായി പോയില്ല. പതിയെ വസ്ത്രങ്ങൾ അകന്നു മാറി. അവരുടെ നിശ്വാസങ്ങളും കിതപ്പുകളും ആ മുറിയിൽ ഉയർന്നു. വരാനിരിക്കുന്ന വിപത്തുകൾ അറിയാതെ അവർ അവരുടെ നിമിഷങ്ങൾ ആഘോഷിക്കുമ്പോൾ ചെയ്തു കൂട്ടിയ പലതിനും കണക്ക് പറയാൻ അവരൊരുങ്ങിക്കഴിഞ്ഞു. അസ്വസ്ഥതയോടെ ജേക്കബ് കണ്ണുകൾ തുറന്നു. കുറച്ചു നേരം എടുത്തു അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാൻ. വക്കീലിനെ കണ്ട് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു താനും ഡെയ്സിയും. അവിടെ നിന്ന് ഇറങ്ങാൻ നല്ലതുപോലെ വൈകിയിരുന്നു. വീട്ടിലേക്ക് തിരിയുന്ന ആ പോക്കറ്റ് റോഡ് എത്തിയപ്പോഴാണ് തങ്ങളുടെ വണ്ടിക്ക് തടസ്സമായി ഒരു കാറ് കിടക്കുന്നത് കണ്ടത്. അത് നോക്കാനായി ഇറങ്ങുന്നതിന് മുൻപായി ഒരാൾ താനിരിക്കുന്ന ഇടത്തേക്ക് വന്നു. അയാളോട് എന്തോ ചോദിക്കാൻ വന്നപ്പോഴേക്കും ആരോ ഒരാൾ തങ്ങളുടെ മുഖത്തേക്ക് എന്തോ സ്പ്രേ ചെയ്തിരുന്നു. പിന്നെ നടന്നതൊന്നും ഓർമ്മയില്ല. കണ്ണു തുറക്കുമ്പോൾ ഇവിടെയാണ്. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ജേക്കബ് ചുറ്റിനും നോക്കി. തൻ്റെ അടുത്തായി കൈ ബന്ധിച്ച നിലയിലിരിക്കുന്ന ഡെയ്സിയെയും സണ്ണിയെയും റാണിയെയും കണ്ടതും അയാളുടെ ഉള്ളിൽ അകാരണമായ ഭയം തോന്നി തുടങ്ങി. അതേ ഭയത്തോടെ അയാൾ അവരെയെല്ലാം വിളിക്കാൻ തുടങ്ങി. എടി ഡെയ്സി, എഴുന്നേൽക്ക്! അളിയാ, എഴുന്നേൽക്ക്! ജേക്കബിൻ്റെ വിളി കേട്ടതും ഒരു മുഷിച്ചിലോടെ ഡെയ്സി കണ്ണുകൾ തുറന്നു. ആദ്യമൊന്നും അവർക്ക് മനസ്സിലായില്ലെങ്കിലും കസേരയിൽ ബന്ധിച്ച നിലയിലാണ് താൻ ഇരിക്കുന്നത് എന്ന് കണ്ടതും അവർ ജേക്കബിനോടായി ചോദിച്ചു. ഇച്ചായ, നമ്മളിത് എവിടെയാ? ആരാണ് നമ്മളെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? ഡെയ്സി ജേക്കബിനോടായി ചോദിക്കുന്നത് കേട്ടാണ് സണ്ണിയും റാണിയും എഴുന്നേൽക്കുന്നത്. എനിക്കറിയില്ല ഡെയ്സി, നിന്നെപ്പോലെ തന്നെ എനിക്കും അറിയില്ല. വീട്ടിലേക്ക് തിരിയുന്ന റോഡ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്ക് ഓർമ്മയില്ല. ഡെയ്സിയുടെ ചോദ്യം കേട്ടതും ജേക്കബ് അവളോടായി പറഞ്ഞു. അല്ല, നിങ്ങൾ എങ്ങനെയാ ഇവിടെ എത്തിയത്? പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ജേക്കബ് സണ്ണിയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് അവരോടായി ചോദിച്ചു. വീട്ടിലേക്ക് നിങ്ങൾ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു. എന്തോ പിരിവിനാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ അയാളോട് സംസാരിച്ചു നിന്ന സമയം എൻ്റെ മുഖത്തെന്തോ സ്പ്രേ അടിച്ചു. പിന്നെ ഉള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. സണ്ണി പറയുന്നത് കേട്ടതും ജേക്കബിന് മനസ്സിലായി തങ്ങളെ ആരോ ട്രാപ്പിൽ പെടുത്തിയതാണ് എന്ന്. എന്നാലും ആരായിരിക്കും നമ്മളോടിങ്ങനെ ചെയ്തത്? ആണി അത് പറഞ്ഞ അതേ സമയമാണ് അവർ ഇരിക്കുന്ന റൂമിൻ്റെ വാതിൽ തുറന്ന് ആരോ ഉള്ളിലേക്ക് വന്നത് ആരാണെന്നറിയാനായി 4 പേരും ഒരേ സംശയത്തോടെ വാതിലിൻ്റെ അവിടേക്ക് നോക്കിയതും തങ്ങളെ നോക്കി ഒരു വല്ലാത്ത ഭാവത്തോടെ അകത്തേക്ക് വരുന്ന ഡെറിക്കിനെ കണ്ടതും 4 പേരും പ്രേതത്തെ കണ്ട പോലെ വിളറി വെളുത്തുപോയി. ഒപ്പം അവൻ്റെ മുഖഭാവം കണ്ടതും 4 പേരിലും ഒരേപോലെ ഭയം രൂപപ്പെട്ടു. എന്താ 4 പേരും സുഖമുറക്കം കഴിഞ്ഞ് എഴുന്നേറ്റോ? അവരോടായി ചോദിച്ചുകൊണ്ട് ഡെറി അവിടെയുള്ള ഒരു ചെയറിലായിരുന്നു. അവൻ്റെ അടുത്തായി തന്നെ സൂര്യയും. അതെന്ത് ചോദ്യമാണ് ഡെറി? നന്നായി തന്നെ ഉറങ്ങിക്കാണില്ലേ? ഇവിടെ വന്നിട്ടിപ്പോൾ 4 മണിക്കൂറോളം ആയില്ലേ? 4 പേരെയും നോക്കി ഒരു പുച്ഛത്തോടെ സൂര്യ പറഞ്ഞു. ഡാ ചെറുക്ക, നീ ഞങ്ങളെ മര്യാദയ്ക്ക് അഴിച്ചു വിടുന്നുണ്ടോ? അതാണ് നിനക്ക് നല്ലത്. നിനക്കറിയില്ല ഞങ്ങളെ. അവരുടെ ഈ സംസാരം ഇഷ്ടമാവാത്ത പോലെ ഡെയ്സി അവരോടായി പറഞ്ഞു. അയ്യോ, ഞങ്ങളങ്ങ് പേടിച്ചു പോയി. ഇവിടെ നിന്ന് ജീവനോട് ഞങ്ങൾക്ക് തിരിച്ചു പോവണ്ടേ? ഡെയ്സിയുടെ സംസാരം കേട്ടതും സൂര്യ ഒരു പുച്ഛത്തോടെ പറഞ്ഞു. നീ എന്താ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുവാണോ? ഇവൻ്റെ അപ്പൻ ശ്രമിച്ചിട്ട് അത് നടന്നിട്ടില്ല. പിന്നെയല്ലേ ഇവൻ? സൂര്യ പറയുന്നത് കേട്ടതും സണ്ണി ഒരു പുച്ഛത്തോടെ പറഞ്ഞു. അതെനിക്കറിയാലോ സണ്ണി. ഒരു രാവിരട്ടി വെളുക്കുമ്പോഴേക്കും എനിക്ക് നഷ്ടമായത് എനിക്ക് എൻ്റെ അപ്പനെയും അമ്മയെയുമാണ്. അതുപോലെ എൻ്റെ പാർവിന് അവളുടെ അച്ഛനെയും അമ്മയെയും.
അത് നഷ്ടമാകാൻ കാരണവും നിങ്ങളാണ്. എനിക്ക് നന്നായി അറിയാം. ഇനി അതേക്കുറിച്ച് ചോദ്യം പറച്ചിലൊന്നുമില്ല, പ്രവൃത്തി മാത്രമേ ഉള്ളൂ. എന്തിനു വേണ്ടിയാണോ നിങ്ങൾ അതൊക്കെ ചെയ്തത്, അതൊക്കെ നിങ്ങളോടൊപ്പം ഈ മണ്ണിൽ നിന്ന് ഞാൻ തുടച്ചു നീക്കിയിരിക്കും. പിന്നെ ഈ കൂട്ടത്തിൽ ആട്ടിൻ തോലിട്ട് ചെന്നായ അത് നിങ്ങളാണ് എന്ന് എനിക്കറിയാം സണ്ണി. സണ്ണി പറഞ്ഞു കഴിഞ്ഞതും അയാളെ നോക്കി ശാന്തമായി തന്നെ ഡെറി പറഞ്ഞു. എന്നാൽ അവൻ്റെ വാക്കുകളിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു ജേക്കബും ഡെയ്സിയും റാണിയും. എന്നാൽ സണ്ണിയിൽ യാതൊരു ഭാവമാറ്റവുമില്ലായിരുന്നു. നേരത്തെ ഇത് പ്രതീക്ഷിച്ച പോലെയായിരുന്നു അയാളുടെ ഭാവം. അത് കണ്ടതും ഡെറിയിൽ ഗൂഢമായൊരു പുഞ്ചിരി വിരിഞ്ഞു.